അപ്പോൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ KPRP HSS കോങ്ങാടിൽ ഒരു AI ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ വീഡിയോസ് ഒന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തികച്ചും ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ വളരെ ബേസിക് ലെവലിൽ വളരെ കുറഞ്ഞ സമയത്തിൽ എടുത്ത ക്ലാസ്സാണ്. അത് ഒറ്റ പാർട്ടായിട്ടൊന്നും നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം 2 മണിക്കൂറിന് മുകളിലുള്ള ക്ലാസ്സാണ്. അപ്പം നമ്മളതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നിപ്പോൾ ഇതിൻ്റെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എന്നുള്ള കാര്യം വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ AI ഒരു ധാരണയില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടെന്നാൽ വ്യക്തമായ ധാരണ കിട്ടുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. കൂടുതൽ AI കണ്ടൻസും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിന്യൂസ്ലി ഇതിൻ്റെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പം DCAയുടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുക നമ്മുടെ ചാനലിനെ കുറിച്ച്. അതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഈ കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ സപ്പോർട്ട് തരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുധീർ കബീർ, ആലപ്പുഴയാണ് സ്വദേശം. IT ഫീൽഡിൽ ഒരു 10-17 വർഷത്തെ ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്തത് വെബ് ഡെവലപ്മെൻറ്റ്, നിങ്ങളൊക്കെ കാണുന്ന വെബ്സൈറ്റുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഹോസ്റ്റിംഗ് സർവീസും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡിൻ്റെ അകത്ത് നല്ലൊരു റോളിലിരുന്നു. ഇപ്പോൾ ഞാൻ അവിടുന്ന് വിട്ടിട്ട് നമ്മുടെ കമ്പനിയുടെ ഒരു സ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സമൂഹത്തിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് AI. എന്തൊരു ടെക്നോളജി വന്നാലും എതിർപ്പുകളും അതുപോലെ സ്വാഗതാർഹമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടർ വന്നപ്പോഴും എതിർത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്കിപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇന്നിപ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പ്രീ ട്രെയിനിങ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ? നിങ്ങളെല്ലാവരും അതിൻ്റെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അതില് ആദ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് AI എന്താണെന്ന് അറിയാമോ? AI കുറിച്ച് അറിയാമോ? അതുപോലെ അതിന്റെ ക്ലാസ്സുകൾ ഏതെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും പറഞ്ഞത് AI എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ AIയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആ ഒരു രീതിയിലാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഡെയിലി ലൈഫിൽ AI ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി ഡേ എവറി മൊമെന്റ് നിങ്ങൾ AI ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിള് ഉപയോഗിക്കുന്ന ആളുകളാണോ? ഫോണിൽ ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ടോ? ഗൂഗിൾ എന്താണ്? ഗൂഗിൾ ഒരു AI ഇന്റർഫേസ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന AIയുടെ ഇന്റർഫേസ് ആയ ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണ് പറയുന്നത് നിങ്ങൾ AI ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോ അതിന്റെ ആശയം എന്താ? യഥാർത്ഥത്തിൽ AI എന്താണ് എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അവരുടെ മനസ്സിലൂടെ ഓടി വരുന്നത് ChatGPT എന്ന് പറയുന്ന AIയിലെ ഏറ്റവും മിനിമലിസ്റ്റ് ആയ ഒരു ടൂളാണ്. ChatGPT എന്താണ് ശരിക്കും? എന്താണ് പറയൂ? ChatGPT AIയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ്. അപ്പൊ എന്താണ് AI? എന്താണ് ശരിക്കും AI? AIയുടെ ഫുൾ ഫോം എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ ശരിക്കും AI എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ ആ ഒരു ചെറിയൊരു വാക്കിൽ ഉപയോഗിക്കുന്നു എങ്കിൽ പോലും അതിന്റെ സാധ്യതകൾ വളരെ വിപുലമാണ്. അതുപോലെ തന്നെ എന്താ പറയാ, വിശാലമാണ്. നമുക്ക് എത്രത്തോളം കാര്യങ്ങളിലേക്ക് AIയെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ ഫോട്ടോ എടുക്കുന്ന ക്യാമറകൾ പോലും AIയുടെ സാന്നിധ്യം അതിൻ്റെ അകത്തുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ക്യാമറ പിടിച്ച് നോക്കുമല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്ക്വയറിൽ നമ്മളുടെ മുഖം എന്ത് ചെയ്യും? ഫേസ് ഡിറ്റക്ഷൻ അല്ലേ? കണ്ടിട്ടില്ലേ? എല്ലാവരും ക്യാമറ ഉപയോഗിക്കുന്ന ആളുകളല്ലേ ഇരിക്കുന്നത്, ഫോട്ടോ എടുക്കുന്ന ആളുകളല്ലേ? അപ്പൊ നമ്മൾ ഒരാളുടെ മുഖത്തിന് നേരെ ക്യാമറ പിടിച്ചാൽ ആ
സബ്ജക്റ്റ് എന്താണ്, അയാളുടെ ഫേസ് ഏതാണ് എന്ന് ആ ക്യാമറ നമുക്ക് കാണിച്ചു തരും. അതെന്താണ്? യഥാർത്ഥത്തിൽ ഒരു ക്യാമറയ്ക്ക് ആ കഴിവുണ്ടോ? ഉണ്ടോ? ഒരു ക്യാമറ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്വെയർ ആണ്. ആ ഹാർഡ്വെയറിന് അങ്ങനെ ഒരു കഴിവില്ല. അതിൻ്റെ അകത്ത് നമ്മളുടെ കണ്ണുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? ഒരു വസ്തുവിൽ പ്രകാശം തട്ടി നമ്മുടെ കണ്ണിൽ തിരിച്ചു വന്ന് നമ്മുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത്, നമ്മളൊരു വിഷ്വലൈസ് ചെയ്തത്, ആ ഒരു വസ്തു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്രയും പ്രോസസ്സ് എവിടെ നടന്നു? നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ നടന്നു. സംഭവിച്ചത് എന്താണ്? ഒരു പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിൽ പതിഞ്ഞു, അത് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തു, അതിനുശേഷം നമ്മുടെ ബ്രെയിൻ അത് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റ്, അതൊരു സാധനമാണ്, അതൊരു കാറാണ്, അതൊരു മൈക്കാണ്, അതൊരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തു. പക്ഷെ ഒരു ക്യാമറയിലും ഇതേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനുള്ളിൽ ഒരു പ്രോഗ്രാം വേണം. ആ പ്രോഗ്രാമിന് സ്വന്തമായിട്ട് പഠിക്കാനും അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനും കഴിവുള്ള പ്രോഗ്രാം ആണെങ്കിലോ, നമ്മളിപ്പോ ഒരു സാധനം കണ്ടു, അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ല, എന്ത് സംഭവിക്കും? അത് കണ്ടു നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളൊരു സാധനം കണ്ടാൽ ആ സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ഇന്റേണലി ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ആ സാധനത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ ഒരു പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമർ എന്ത് ചെയ്യും? ആ സാധനം എന്താണെന്ന്, ക്യാമറയിലൂടെ വരുന്ന സാധനം എന്താണെന്ന് മെഷീനിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കും. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് മെഷീൻ ലേണിംഗ്. കാരണം കമ്പ്യൂട്ടറിന്റെ ഭാഷ ആർക്കെങ്കിലും അറിയാവോ ഇവിടെ ഇരിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ ഭാഷ അറിയാവോ? കമ്പ്യൂട്ടറിന്റെ ഭാഷ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? പറയൂ. ബൈനറി ആണ് കമ്പ്യൂട്ടറിന്റെ ഭാഷ. ബൈനറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു അറിയാമോ? ബൈനറി എന്നത് എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്? ആകെ 0യും 1ഉം മാത്രം ഉൾപ്പെടുന്ന ഒരു ഭാഷയാണ് ബൈനറി. അപ്പോ നമ്മൾ ഒരു സാധനം, നമ്മളിപ്പോ മൗസ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ബ്രൗസർ തുറക്കുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്നു, നമ്മൾ അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് നമ്മൾ ചെയ്യുന്നു ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട്. ആ ഡിവൈസിന്റെ അകത്ത് നമ്മളൊരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ ക്യാമറയോട് നമ്മൾ നേരിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്പ് തുറക്കും. ആ ആപ്പിന്റെ ഉള്ളിലൂടെ പോയി അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട സാധനം ഫോക്കസ് ചെയ്യണമെങ്കിൽ ഫോക്കസ് ചെയ്യും, വേണ്ട ലൈറ്റുകൾ സെറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ഇമേജ് ഫയലായി ജനറേറ്റ് ആവും. അപ്പൊ ഇത് ഇത്രയും സംഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ആപ്ലിക്കേഷൻ എന്താണ് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ നമ്മുടെ മെഷീനിലേക്ക്, അതായത് ഡിജിറ്റലൈസ് ചെയ്ത് പ്രോസസ്സറിലേക്ക് കൊടുക്കും. പ്രോസസ്സർ അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് തിരിച്ച് നമുക്കൊരു ഇമേജ് ആയിട്ട് റിട്ടേൺ റിസൾട്ട് തരും. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന സാധനങ്ങളെയും ബാക്കിയുള്ള കാര്യങ്ങളെയും ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെ ചെയ്ത് ഫോക്കസ് ചെയ്ത് എല്ലാം ചെയ്ത് ഓട്ടോമേഷൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഓട്ടോമേഷൻ ചെയ്യും. നമുക്കിപ്പോൾ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ നമ്മളത് മറ്റൊരാളോട് ചോദിക്കുമല്ലേ? നമുക്കറിയാത്തൊരു സാധനത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും. ടീച്ചർമാരോട് ചോദിക്കും, ടീച്ചറെ ഇതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ചേട്ടാ അതെന്താണ് അങ്ങനെ, ആ വണ്ടി ഉരുളുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കറങ്ങുന്നത്, നമ്മളിത് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോ AI എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളൊരു പ്രത്യേക പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തു. ആ പ്രോഗ്രാമിന് സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി നമ്മൾ കൊടുത്തു. അതായത് ഒരാള് ഒരു ഹായ് പറഞ്ഞു, മറ്റൊരാള് വേറൊരു തരത്തിലാണ് ഒരു HAI എന്ന് പറയുന്ന ഹായ് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ശരിക്കും ഫിസിക്കൽ ടൈമിൽ രണ്ടും രണ്ടല്ലേ? ഒരാൾ HIയും ഒരാൾ HAIയും പറഞ്ഞു. പക്ഷെ രണ്ടിന്റെയും ആശയം എന്താണ്? ഒന്നാണ് അല്ലേ? നമ്മൾ പറഞ്ഞത് ഹായ് എന്ന് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്. പക്ഷെ ഇത് മെഷീനിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനെ പ്രോസസ്സ് ചെയ്യണം. ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് രണ്ടും ഹായ് ആണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. അതിനുള്ള കപ്പാസിറ്റി മെഷീൻ ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാം കമ്പൈലിങ്ങും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങും, ഇങ്ങനെ ഒരുപാട് എന്താ പറയാ, അനന്തമായ ഒരു സമുദ്രം കണക്ക് കിടക്കുന്ന വലിയൊരു കാര്യത്തിൽ 90% അറിയാവുന്നൊക്കെ അൻവർ മാഷ് പറഞ്ഞത് വെറുതെയാണ്. 1% അറിയൂ. കാരണം എന്താ? നമുക്ക് കടൽ വെള്ളം കൈക്കുമ്പിളിലെടുത്താൽ എത്ര കിട്ടും? വളരെ കുറച്ചേ കിട്ടുള്ളൂ അല്ലേ? പക്ഷെ അനന്തമായ ജലം അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കത് കോരിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയെക്കാളും വളരെ വളരെ വലിയ ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ന്യൂറൽ സിസ്റ്റംസ് ഉള്ള ഒരു വലിയ മേഖലയാണ്
മെഷീൻ ലേണിങ്ങിലൂടെ നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. കാരണം ഇതുപോലെ ഒരു 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കാര്യത്തിലും എന്തുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. കാരണം നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ എത്രത്തോളം ലൈറ്റ് വേണം അത് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഓട്ടോ എന്ന് പറയുന്ന മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കും. ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾ ഇത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന ഗൂഗിൾ മാപ്പിനെ ഉപയോഗിച്ചാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് നമ്മളോട് പറഞ്ഞു തരും, നിങ്ങൾ പോകുന്ന വഴിയിൽ കഞ്ചഷൻ ഉണ്ട് കേട്ടോ, അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് കേട്ടോ, മറ്റൊരാൾ റിപ്പോർട്ട് കൊടുത്തതാണ്. സോ സംബടി അതിന് ലേൺ ചെയ്തു, അല്ലെങ്കിൽ അതിനോട് പറഞ്ഞു കൊടുത്തു. ആ റിപ്പോർട്ട് ഈ ലോകത്തിൽ ആ റൂട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ആ മനുഷ്യൻ അത് യൂസ് ചെയ്യുന്നു എന്നും ആ സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നു എന്നും ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും കഞ്ചഷൻ ഉണ്ടാകുമെന്നും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കൊണ്ട് ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമെന്നും നിങ്ങളുടെ വേഗത ഇത്രയാണെന്നും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ക്രീനിൽ കാണുമ്പോൾ അവിടെയും എന്തിന്റെ സാന്നിധ്യമുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന AI സാന്നിധ്യമുണ്ട്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ChatGPT ആണ് AI എന്നല്ലേ? ശരിക്കും അല്ലേ? എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയല്ലേ? ഇവിടെ ഞാൻ ചോദിച്ച കഴിഞ്ഞ ദിവസം ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇൻട്രോയിൽ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ChatGPT ഉപയോഗിക്കുന്നുള്ളതാണ്. GPT എന്ന അതിൻ്റെ അകത്ത് അവര് ഫുള്ളായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്ന എന്താണ്? യെസ്, ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. അപ്പൊ അതിൻ്റെ അകത്ത് നടുക്കത്തെ P എന്താണ്? പ്രീ ട്രെയിൻഡ്. സംബടി അവിടെ വേണം, പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹായ് എന്ന് പറഞ്ഞാലും 2 H എഴുതി എ എഴുതി I എഴുതിയാലും അങ്ങനെ ഹായ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഹായ് ആണ് എന്ന് മെഷീനെ മനസ്സിലാക്കി കൊടുക്കാൻ സംബടി അതിന്റെ പിന്നിൽ വേണം. അപ്പം ഓപ്പൺ AI എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം നമുക്ക് ChatGPT ഫ്രീ ആയിട്ട് തന്നു. ലൈക്ക് വലിയൊരു നെറ്റ്വർക്ക് നമുക്ക് ഇവിടെ ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് തന്നിട്ട് നമ്മളെല്ലാം അവർ ട്രാക്ക് ചെയ്തതുപോലെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും എന്താണ് 5G ഉപയോഗിക്കുന്നു, ആ വലിയൊരു ബ്രാൻഡിനെ ഉപയോഗിക്കുന്നു. അപ്പൊ അതുപോലെ ഓപ്പൺ AI എന്ത് ചെയ്തു? ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അവര് ഫ്രീ ആയിട്ട് ഈ ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി അവരുടെ പ്ലാറ്റ്ഫോമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്തു? നമ്മളെ ഉപയോഗിച്ചു. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ChatGPT എന്താ? ChatGPT നമ്മൾ ഉപയോഗിച്ചിട്ട് അവരുടെ ഡാറ്റ, അവരുടെ AI മോഡലിനെ അവർ ട്രെയിൻ ചെയ്തു. അപ്പൊ ഇന്നിപ്പം ChatGPTക്ക് എന്തൊക്കെ അറിയാം? ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ChatGPTക്ക് അറിയാം. നമ്മൾ മലയാളത്തിൽ ചോദിച്ചാലും ChatGPTക്ക് മറുപടി പറയാൻ അറിയാം. പക്ഷെ മറ്റുള്ള AIകൾക്ക്, എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ഗൂഗിളിന്റെ AI ഉണ്ട്, ഗൂഗിളിന്റെ AI ജെമിനി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മൈക്രോസോഫ്റ്റിന്റെ അഷൂർ ഉണ്ട്, IBMന്റെ വാട്സൺ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി AIകൾ വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരെ ആരെയും കുറിച്ച് കേട്ടില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഇവരെ ആരെയും കുറിച്ചല്ലേ? ജെമിനി കേട്ടിട്ടുണ്ടോ? ഇല്ല. IBM വാട്സൺ കേട്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ അഷൂറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേൾക്കാൻ എന്തുകൊണ്ടാ? അത് അവര് മുന്നേ ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ ഈ സംഭവങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഓപ്പൺ AI അതെന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് ജനങ്ങളിലേക്ക് പുഷ് ചെയ്തു. ഞങ്ങൾ ഇത് സൗജന്യമായിട്ട് തരികയാണ്, നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ ചോദിച്ചോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അടുത്ത പാട്ട് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മറക്കാതെ കാണുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.